കേന്ദ്ര കേരള സർക്കാരുകളുടെ തൊഴിലാളി വിരുദ്ധ നിലപാടുകളിൽ പ്രതിഷേധിച്ച് ദേശീയ പണിമുടക്കിനോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് UDTF ഏറനാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും സംഗമവും നടത്തി. എടവണ്ണ ബസ് സ്റ്റാൻഡിൽ നടന്ന സംഗമം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് EA കരീം ഉദ്ഘാടനം ചെയ്തു. തൊഴിലാളികളെ ബാധിക്കുന്ന ലേബർ കോഡുകൾ റദ്ദാക്കുക, മിനിമം വേതനം 26,000 രൂപയാക്കുക, ജോലി സമയം വർദ്ധിപ്പിക്കുന്നതിനെതിരെ തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് സമരം സംഘടിപ്പിച്ചത്. 6 നിയമങ്ങൾ ഉൾപ്പെടെ 29 തൊഴിൽ നിയമങ്ങൾ എടുത്തു കളഞ്ഞുകൊണ്ട് ഇവിടെ 4 തൊഴിൽ കോഡിന്റെ കീഴിൽ ഇന്ത്യയിലെ കോടാനക്കോടി തൊഴിലാളികളെ അവർക്ക് വേണ്ടുന്ന ആനുകൂല്യങ്ങൾ നിഷേധിച്ചുകൊണ്ട് ഇന്ത്യ രാജ്യത്ത് നിന്നല്ല ലോകത്താകമാനം 8 മണിക്കൂർ തൊഴിൽ എന്നുള്ളത് 12 മണിക്കൂർ തൊഴിലാക്കുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോകുമ്പോൾ അതിനെതിരെ കണ്ണടച്ചു നിൽക്കാൻ UDFന്റെ ആളുകൾക്ക് സാധ്യമല്ല എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. പ്രിയമുള്ളവരെ, നമ്മുടെ തൊട്ടടുത്ത് കുറച്ച് ആളുകൾ സമരം ചെയ്യുന്നുണ്ട്. അവർക്ക് എന്താണ് പറയാനുള്ളത് എനിക്കറിയില്ല. ഞാൻ ഒറ്റ കാര്യം പറയാൻ ആഗ്രഹിക്കുന്നുള്ളൂ, ഒരുപാട് കാര്യങ്ങളൊന്നും പറയുന്നില്ല. അവിടെ സമരം ചെയ്യുന്ന ഒരു വ്യക്തിയെങ്കിലും ഇന്ന് നിർമ്മാണ മേഖലയിൽ പണിയെടുത്ത ഒരാളായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. എന്നാൽ ആ തൊഴിലാളിക്ക് ഇന്ന് പെൻഷൻ കിട്ടിയിട്ട് 17 മാസമായിട്ടുണ്ട് എന്നുള്ള വസ്തുത അവർ മനസ്സിലാക്കുന്നില്ല. മാത്രമല്ല, ഇവിടെ കേരളത്തിൽ ഒരു മുണ്ടെടുക്കുന്ന ഒരു മോഡി സർക്കാരാണ് ഭരിക്കുന്നത്. എല്ലാ ആളുകളും സർക്കാർ ജീവനക്കാർ സുരക്ഷിതരാണ് എന്ന് പറയുമ്പോൾ ഇന്ത്യ രാജ്യത്ത് 21% DA കൊടുക്കാനുള്ള ഒരേ ഒരു സംസ്ഥാനം കേരളം മാത്രമാണ് എന്നുള്ള വസ്തുത പറയാതിരിക്കാൻ വയ്യ. STU മണ്ഡലം പ്രസിഡന്റ് EP മുജീബ് അധ്യക്ഷനായി. STU സംസ്ഥാന വൈസ് പ്രസിഡന്റ് അമ്പായത്തിങ്കൽ മുനീറ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ NM രാജൻ, വാർഡ് മെമ്പർ E സുൽഫീഖർ, കുഴിമണ്ണ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് അഷ്റഫ്, കർഷക സംഘം ജില്ലാ സെക്രട്ടറി ലുക്കുമാൻ അരീക്കോട്, INTUC മണ്ഡലം പ്രസിഡന്റ് സുജേഷ്, സെക്രട്ടറി ബുഷീർ അരീക്കോട്, എടവണ്ണ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ഹൈദറു കുണ്ടുത്തോട്, M മുനീർ, PP അബൂബക്കർ മാനു, U മനോജ്, മുജീബ് വടക്കുമുറി, ജോയി കല്ലരിട്ടിക്കൽ, ഫാത്തിമ എടവണ്ണ, നസീറ അരീക്കോട് തുടങ്ങിയവർ പ്രസംഗിച്ചു. ഈസ്റ്റ് ലൈവ് എടവണ്ണ.